ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് ഒരു EBS വോളിയം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്നിട്ട് ആ EBS വോളിയം നമ്മളുടെ ഒരു EC2 ഇൻസ്റ്റൻസുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു EBS വോളിയം ക്രിയേറ്റ് ചെയ്ത് ഒരു ഇൻസ്റ്റൻസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് യൂസബിൾ ആയിട്ടിരിക്കില്ല. അതായത് യൂസബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് യൂസബിൾ ആവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? അപ്പം ഇങ്ങനെ ഒരു EBS വോളിയം നമ്മൾ ഒരു ഇൻസ്റ്റൻസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഫയൽസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത EBS വോളിയത്തിനെ നമുക്ക് ഫയൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മാറ്റിയെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ലിനക്സിനും വിൻഡോസിനും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതികളിലാണ് അവ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിനക്സിൻ്റെ കേസ് മാത്രമാണ്. വിൻഡോസിൻ്റെ കേസ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നു. നമുക്കൊരു ലിനക്സ് ഇൻസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു വോളിയം കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വോളിയം എന്ന് പറയുന്നത് റൂട്ട് വോളിയമാണ്. ഇതെന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വോളിയമാണ്. അപ്പം ഈ വോളിയത്തിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് ഇതുവരെയും യൂസബിൾ ആയിട്ടില്ല. യൂസബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തേക്ക് ഈ വോളിയത്തിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും കൂടെ ഉണ്ടാവും. അത് നമ്മളുടെ ഫയലുകളെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം, ഹെറാർക്കിക്കലായിട്ട് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം, നമുക്കതിനെ എങ്ങനെയൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാം, പിന്നെ അതിൻ്റെ കുറേ കോൺഫിഗറേഷനും സെക്യൂരിറ്റിയും എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു സാധനമാണ് ഏതൊരു ഇതിൻ്റെ അകത്തേക്കും. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ലിനക്സും വിൻഡോസും സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫയൽ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ വോളിയത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് XFS എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഫയൽ സിസ്റ്റമാണ്. ഓക്കെ. അത് ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലിനക്സ് ഇൻസ്റ്റൻസിലോട്ട് നമ്മൾ SSH വെച്ച് കണക്ട് ചെയ്യുന്നു. ഓക്കെ. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കമാൻഡ്സ് അടിച്ചിട്ടാണ് ഈ ഓൾറെഡി കണക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് SSH എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും കാണിക്കുന്നില്ല. നിങ്ങളത് ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ അടിക്കേണ്ട കുറച്ച് കമാൻഡ്സ് അടിച്ചിട്ടാണ് നമ്മൾ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ സിസ്റ്റം നമ്മളുടെ ഒരു ഫോൾഡറുമായിട്ട് മൗണ്ട് ചെയ്യണം. മൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലിനക്സ് മെഷീൻ്റെ അകത്ത് നിങ്ങൾ നോർമലി ഒരു ലിനക്സ് മെഷീൻ്റെ അകത്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫയലുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ. അപ്പം ആദ്യം അടിക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് sudo lsblk എന്ന് പറയുന്നതാണ്. ഇത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നമ്മളുടെ ലിനക്സ് മെഷീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസസിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടും. ഓക്കെ. അപ്പം നമ്മളുടെ ഇതിൻ്റെ അകത്ത് 2 സ്റ്റോറേജ് ഡിവൈസസ് ആണുള്ളത്. ഒന്ന് XVDA എന്ന് പറയുന്നതും ഒന്ന് XVDD എന്ന് പറയുന്നതും ആണ്. ഓക്കെ. അപ്പം ഒരു ഡിഫറൻസ് ഇരിക്കുന്നത് XVDA നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ പേര് നമ്മളിവിടെ കൊടുത്തിരുന്നത് STD ആയിരുന്നു. പക്ഷെങ്കിൽ അത് ലിനക്സ് അതിൻ്റെ അകത്തേക്ക് മാപ്പ് ചെയ്യുന്ന സമയത്ത് ചെറിയതായിട്ടൊരു പേരൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ XVDD എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട്. ബേസിക്കലി _dev എന്ന് പറയുന്നത് അവൻ ഇഗ്നോർ ചെയ്യുന്നതാണ്. എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന അതൊക്കെ ലിനക്സിൻ്റെ കോൺസെപ്റ്റാണ്. അവൻ എങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസുകളെ അതായത് നെയിം ചെയ്യുന്നു അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ ആകെ ഒരു കാര്യം നോക്കിയാൽ മതി. നമ്മൾ 2 ഡിവൈസസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ റൂട്ടായിട്ടിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസ് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിയ EBS വോളിയമാണ്. ഓക്കെ. അപ്പം ആദ്യത്തെ വോളിയത്തിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഒരു ഫയൽ സിസ്റ്റം ഉണ്ട്. ഈ രണ്ടാമത്തെ പാരാമീറ്റർ അതായത് FS ടൈപ്പ് എന്ന് പറയുന്ന ഇതിരിക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു പേര് XFS എന്ന് പറയുന്നത് ലിനക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കോമൺ ആയിട്ടിരിക്കുന്ന ഒരു ഫയൽ സിസ്റ്റമാണ്. അപ്പം ആ ഫയൽ സിസ്റ്റം വെച്ചിട്ട് ഓൾറെഡി ഇരിക്കുന്ന റൂട്ട് വോളിയത്തിന് ഓൾറെഡി ഫയൽ സിസ്റ്റം അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ലിനക്സിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ AWS നമുക്ക് ചെയ്തു തരുന്നതാണ്. അത് റൂട്ട് വോളിയത്തിൻ്റെ കേസിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും. പക്ഷേ നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസ്
നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈസ് നമ്മളുടെ സ്റ്റോറേജ് ഡിവൈസസിൻ്റെ അകത്ത് ഇവിടെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന കണ്ടില്ലല്ലേ, ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസസിൻ്റെ അകത്ത് ഇപ്പം ഒരു ഫയൽ സിസ്റ്റം ക്രിയേറ്റഡ് അല്ല. ഫയൽ സിസ്റ്റം ക്രിയേറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ ഫയലുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ സ്റ്റോറേജ് നമുക്ക് യൂസബിൾ ആയിട്ടിരിക്കില്ല. അപ്പം നമ്മൾ ഈ വോളിയത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് കൊണ്ട് നമ്മൾ ആകെ ചെയ്ത് നോക്കിയത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഫയൽ സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. നമ്മൾ പുതിയതായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് ഒന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത് മേക്ക് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ കമാൻഡാണ്. അതിന് കുറച്ച് പാരാമീറ്റേഴ്സും അതിൻ്റെ ഏത് ഫയൽ സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ഏത് സ്റ്റോറേജിൻ്റെ ഡിവൈസ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഏതാണ്? XVDD എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ് അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന XVDD എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം ഇത് ഈ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്താക്കിയാണല്ലോ അല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡെവ് എന്ന് പറയുന്ന സാധനം കൂടെ വേണം. ഇവിടെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ഡെവ് ഇഗ്നോർ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡെവ് എന്ന് പറയുന്ന സാധനം കൊടുക്കണം. ഈ കമാൻഡ്സ് എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ്സ് വെച്ചിട്ട് നമ്മൾ ഫയൽ സിസ്റ്റം ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ്, എൻ്റർ അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന lsblk എന്ന് പറയുന്ന കമാൻഡ് ഒന്നും കൂടെ അടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ സിസ്റ്റം പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അല്ലേ. നേരത്തെ നമ്മൾ അടിച്ച സമയത്ത് അതിൻ്റെ അകത്ത് ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ബ്ലാങ്ക് ആയിരുന്നു കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ XFS എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം കാണിച്ചു തരുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് സക്സസ്ഫുള്ളി ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസസിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു മൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഓൾറെഡി ഇരിക്കുന്ന ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ സിസ്റ്റം സ്റ്റോറേജ് ഡിവൈസസിനെ നമ്മൾ മൗണ്ട് ചെയ്യേണ്ടതും കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മളൊരു ഫോൾഡർ മൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ സ്റ്റോറേജ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഫോൾഡർ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോൾഡറിൻ്റെ അകത്തേക്ക് എന്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈസ് അതായത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസിൻ്റെ അകത്തേക്കായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഫയൽ സിസ്റ്റം ഡിവൈസ് EBS വോളിയം ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസുമായിട്ട് അറ്റാച്ച് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് ഒരു ഫയൽ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓൾറെഡി ഇരിക്കുന്ന ഒരു ഫോൾഡറിനെ ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈസുമായിട്ട് മൗണ്ട് ചെയ്യാൻ കൂടി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇരിക്കുന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ പുതിയതായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന _data മേക്ക് ഡയറക്ടറി എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് ഞാനൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ പുതിയതായിട്ടിരിക്കുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കമാൻഡ് ലിസ്റ്റ് കമാൻഡ് യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഫോൾഡർ ഡാറ്റ എന്ന് പറയുന്ന ഇവിടെ ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോൾഡർ നമ്മൾ റൂട്ടിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ ഫോൾഡറിൻ്റെ അകത്തേക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പുതിയ സ്റ്റോറേജിനെ മൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മൗണ്ട് ചെയ്യാൻ പോവുകയാണ്. മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് മൗണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കമാൻഡാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഡിവൈസിൻ്റെ പേര് കൊടുക്കണേ. നമ്മളുടെ ഡിവൈസിൻ്റെ പേരെന്ന് പറയുന്നത് XVDD എന്നുള്ളതാണ് അല്ലേ. _dev XVDD എന്നുള്ളതാണ്. ആ ഡിവൈസിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നു, സ്പേസ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ഏത് ഫോൾഡറിലോട്ടാണ് നമ്മൾ മൗണ്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഇൻഫർമേഷനും കൂടി കൊടുക്കുന്നു. ഓക്കെ. ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ മൗണ്ട് പ്രോപ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമാൻഡ് യൂസ് ചെയ്യാം, df-h _data എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഡീറ്റെയിൽസ് അവൻ പറഞ്ഞു തരും. അപ്പം നമുക്കിത് കാണാൻ പറ്റും നമ്മളിത് പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. മൗണ്ടഡ് ഓൺ ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തേക്ക് മൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളിത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു, നമ്മൾ മൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഫോൾഡറിൽ. ഇനിയിപ്പോൾ ഈ ഫോൾഡറിൽ അണ്ടർസ്കോർ ഡാറ്റ ഈ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമ്മളുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന EBS വോളിയത്തിൻ്റെ അകത്തേക്കായിരിക്കും സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അത്. ഓക്കെ, ഡാറ്റ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് LS ഒന്ന് അടിച്ച് നോക്കാം. LS അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു പുതിയതായിട്ടിരിക്കുന്ന ഒരു ഫയലൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇത് ലിനക്സിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ സാധനം മാത്രമാണ്. example.txt എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, LS അടിക്കുന്നു. ഓക്കെ, ക്രിയേറ്റഡ് ആണ് അല്ലേ? example.txt എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് എന്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ EBS വോളിയത്തിൻ്റെ അകത്തേക്കായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന EBS വോളിയം നമുക്ക് യൂസബിൾ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം ഇതിപ്പോൾ നമ്മൾ യൂസബിൾ ആക്കി നമുക്ക് നമ്മളുടെ ഫയലും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു പ്രോബ്ലം ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മൗണ്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഈ സാധനം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അല്ലേ, അതായത് നമ്മളൊരു ഫോൾഡർ നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ പരിപാടി അങ്ങ് കട്ടായിപ്പോവും. അത് പെർസിസ്റ്റ് ആയിട്ട് നിൽക്കത്തില്ല. അവൻ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സാധനം ഇപ്പം റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗണ്ട് ആയിട്ടിരിക്കില്ല. അതായത് ആ ഡാറ്റ ഫോൾഡറും ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസുമായിട്ട് മൗണ്ട് ആവുന്ന ആ പരിപാടി പോയിട്ടുണ്ടാവും. ഓക്കെ, ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഡാറ്റയ്ക്കകത്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഴയ വോളിയത്തിൻ്റെ അകത്തേക്ക് ആയിരിക്കും പോകുന്നത്, റൂട്ട് വോളിയത്തിൻ്റെ അകത്തേക്കായിരിക്കും പോകുന്നത്. നമ്മളെ പുതിയതിൻ്റെ അകത്തേക്ക് ഉള്ള ആ മൗണ്ടിങ്, ആ ലിങ്കിങ് അങ്ങ് വിട്ടു പോയിട്ടുണ്ടാവും, ഓരോ തവണയും വിട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ലിനക്സിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് സെറ്റിങ്സ് എല്ലാം മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിങ് ഈ പറഞ്ഞിരിക്കുന്ന ലിനക്സ് മെഷീൻ ബൂട്ട് ചെയ്യുന്ന, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഈ ഫോൾഡറും ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ EBS വോളിയം അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസുമായിട്ടുള്ള മൗണ്ടിങ് ഓട്ടോമാറ്റിക്കലി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫിഗറേഷൻ വഴി ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കോൺഫിഗറേഷൻ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ തവണ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞിരിക്കുന്ന മൗണ്ടിങ് നമ്മളായിട്ട് ചെയ്യേണ്ടി വരത്തില്ല, ലിനക്സ് ആയിട്ട് തന്നെ ഇന്റേണലി ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അപ്പോൾ നിങ്ങൾക്ക് വളരെ തൽക്കാലത്തേക്കാണ് വേണ്ടതെങ്കിൽ ലിനക്സുമായിട്ട് ഒരു EBS വോളിയത്തിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനാണ് തൽക്കാലത്തേക്ക് വേണ്ടിയെന്നെങ്കിൽ ഇങ്ങനെ കമാൻഡ് അടിച്ച് ചെയ്താൽ മതി. പക്ഷേ സ്ഥിരമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലിനക്സിൻ്റെ ഇൻസ്റ്റൻസും ആയിട്ട് ഈ EBS വോളിയം മൗണ്ടഡ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ആ EBS വോളിയത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുക, ഫയൽ സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള യൂസ് ചെയ്യണത് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ സെറ്റിങ്സും കൂടെ വരുത്തുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് sudo lsblk എന്ന് പറയുന്ന കമാൻഡ് അടിക്കാം. ഈ കമാൻഡ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസിൻ്റെ UUID എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അല്ലേ. ഇതാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസ്. അതിൻ്റെ മുകളിൽ വേറെയും കുറേ ഡിവൈസസ് റൂട്ടിൻ്റെ പാർട്ടായിട്ട് വന്ന സാധനങ്ങളാണ്. നമ്മളുടെ ഡിവൈസ് ഇതാണ്. അപ്പം അതിന് ഒരു യുണീക്ക് ആയിട്ടിരിക്കുന്ന ഒരു ഐഡൻറ്റിഫയർ ഉണ്ട്. അപ്പം ഈ ഐഡൻറ്റിഫയർ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിങ്സ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ആ ഐഡൻറ്റിഫയർ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഈ പറഞ്ഞിരിക്കുന്നതാണ് UUID എന്ന് പറയുന്ന ഈ കമാൻഡ് അടിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന UUID എന്ന് പറയുന്ന ഈ ഒരു പേരാണ്, അതായത് നമ്മുടെ സ്റ്റോറേജ് ഡിവൈസസിൻ്റെ നെയിം അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടിരിക്കുന്ന ഒരു ഐഡൻറ്റിഫയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ നെയിം വെച്ചിട്ടാണ് നമ്മൾ കോൺഫിഗറേഷൻ ഫയൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ftab എന്ന് പറയുന്ന ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഈ ഫയലിൻ്റെ അകത്താണ് നമ്മൾ കോൺഫിഗറേഷൻ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാനോ എഡിറ്റർ യൂസ് ചെയ്യാം. ലിനക്സിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു എഡിറ്ററാണ്. അത് വെച്ചിട്ട് etc എന്ന് പറയുന്ന ഈ ഒരു കോൺഫിഗറേഷൻ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, എൻ്റർ അടിച്ചെടുത്താൽ മതി. ആ കമാൻഡ് അടിച്ചിട്ട് എൻ്റർ അടിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, UID കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡിലോട്ട് പോവാം, ആ ഫയലിൻ്റെ എൻഡിലോട്ട് പോവാം. എൻഡിലോട്ട് പോയതിന് ശേഷം നമ്മൾ ഈ ഫയൽ ഒന്ന് എഡിറ്റ് ചെയ്യണം. ആ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന UUID ആണ്. അപ്പോൾ നിങ്ങൾ എന്താണോ നേരത്തെ കമാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് UUID കിട്ടുന്നത് ആ UUID ആയിരിക്കണം ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്നതല്ല, ഇത് എൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ്. നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അപ്പം ഈ UUIDയുടെ വാല്യൂ UUID ഈക്വൽ ടു കഴിഞ്ഞിട്ട് C എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഈയിൽ അവസാനിക്കുന്ന ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ അല്ലേ, അത് നിങ്ങൾക്ക് കിട്ടി, അതായത് കഴിഞ്ഞ കമാൻഡ് നമ്മൾ അടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന ഇത്
വെച്ചിട്ട്, അതായത് blk id എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ട് നമ്മൾ കിട്ടിയിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് ഈ സാധനം ഒന്ന് റീപ്ലേസ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫോൾഡർ എന്താണോ അത് പറഞ്ഞു കൊടുക്കണം, ഏത് ഫയൽ സിസ്റ്റം ആണ് എന്നുള്ളതും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പം ഈ സാധനം ഞാനൊന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന fstab എന്ന് പറഞ്ഞിരിക്കുന്ന ഫയലിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ O അടിച്ചിട്ട് നമുക്കിത് സേവ് ചെയ്തെടുക്കാം. ഓക്കെ, കൺട്രോൾ O അടിച്ചതിന് ശേഷം എൻ്റർ അടിച്ചു കൊടുക്കാം. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫയലിൻ്റെ അകത്തേക്ക് അവൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൺട്രോൾ X അടിച്ചിട്ട് എക്സിറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് കൺട്രോൾ എക്സിറ്റ് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് വരുന്നു. അപ്പം നമ്മൾ നാനോ എഡിറ്റർ വച്ചിട്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന UID-യും അതായത് മൗണ്ട് ചെയ്യണം എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ ഈ ലിനക്സ് ഇൻസ്റ്റൻസ് നമ്മൾ എപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡർ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ വോളിയവുമായിട്ട് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓൾവേസ് മൗണ്ട് ചെയ്യും. അങ്ങനെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിട്ട് തന്നെ മൗണ്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരത്തില്ല. സ്ഥിരമായിട്ട് അവൻ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തോളും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം, നമുക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഗറേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം മൗണ്ട് ആണല്ലോ ചെയ്തിരിക്കുന്നത് അല്ലേ, മൗണ്ട് ചെയ്യാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അൺമൗണ്ടും ചെയ്യാം. മൗണ്ട് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമുക്ക് അൺമൗണ്ട് ചെയ്യാം. നേരത്തെ ആ ഡാറ്റ ഫോൾഡറിൽ ഇരുന്നുകൊണ്ടാണ് എറർ അടിച്ചത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അൺമൗണ്ട് എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ട് അൺമൗണ്ട് ചെയ്യാൻ പറ്റും. അൺമൗണ്ട് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളുടെ ഡിവൈസ് ഈ ഡാറ്റ ഫോൾഡറിൻ്റെ അകത്ത് നിന്ന് അൺലിങ്ക് ആയി അല്ലെ, അൺമൗണ്ട് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ mount_a എന്ന് പറയുന്ന കമാൻഡ് വച്ചിട്ട് ഒന്ന് വീണ്ടും എല്ലാ സാധനങ്ങളെയും ഒന്ന് മൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ മൗണ്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ കോൺഫിഗറേഷൻ പ്രോപ്പർ ആണെങ്കിൽ ഈ കമാൻഡ് അടിച്ചിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളെയും മൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രൈവ് അല്ലെങ്കിൽ നമ്മളുടെ വോളിയവും ഓട്ടോമാറ്റിക്കലി ഇവന് മൗണ്ടായി വന്നിട്ടുണ്ടാവണമായിരുന്നു. അപ്പം നമ്മളുടെ കോൺഫിഗറേഷൻ ഇനിയിപ്പോൾ വീണ്ടും മൗണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കോൺഫിഗറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് മൗണ്ടായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ അടിച്ച കമാൻഡ് തന്നെ, ഡാറ്റ എന്ന് പറയുന്ന കമാൻഡ്, അത് അടിക്കുന്ന സമയത്ത് xvdd ഇത് പ്രോപ്പറായിട്ട് മൗണ്ടഡ് ആണ് എന്നുള്ള ഇൻഫർമേഷൻ അല്ലേ. അപ്പം ഇത് അടിച്ച സമയത്ത് അവൻ ഈ പറഞ്ഞിരിക്കുന്ന ഫയലിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളെയാണ് അവന് പിടിച്ച് മൗണ്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ഡാറ്റ ഫോൾഡർ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ EBS വോളിയമായിട്ട് പ്രോപ്പറായിട്ട് ലിങ്ക് ആണ്, മൗണ്ടഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഫയലിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത മോഡിഫിക്കേഷൻ സക്സസ്ഫുൾ ആണ്, അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ലിനക്സിൻ്റെ അകത്ത് നമ്മളുടെ ഒരു EBS വോളിയം നമുക്ക് യൂസബിൾ ആക്കി എടുക്കാനുള്ള കാര്യങ്ങൾ. ലിനക്സിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് കമാൻഡുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എക്സിക്യൂട്ട് ചെയ്ത കമാൻഡുകളെല്ലാം ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് പുതിയ ഫയലുകളും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.